ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ടോക്സ്. നേഹ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഞാൻ നിങ്ങൾക്ക് സേവിങ്സിനെ കുറിച്ച് ഒരു കാര്യം അറിയിച്ചു കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ FD എന്നുള്ള ഒരു കാര്യത്തിന് നമുക്കൊരു ഫണ്ട് ഡെപ്പോസിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസുകൾ ലൈക്ക് ചെയ്യുക, സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ FD പോസ്റ്റ് ഓഫീസ് നിങ്ങളുടെ എമർജൻസി ഫണ്ട് എവിടെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നറിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എമർജൻസി ഫണ്ട് എല്ലായ്പ്പോഴും ഉയർന്ന ലഭ്യതയും കുറഞ്ഞ റിസ്ക്കും ഉള്ള മാർഗ്ഗങ്ങളിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിൽ എമർജൻസി ഫണ്ടിന് ഒരു സുപ്രധാന പങ്കുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഒരു ഫണ്ട് കയ്യിൽ വന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ കുഴങ്ങി നിൽക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ഏതാണ് ഓപ്ഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണയായി ഒരു 3 മുതൽ 6 മാസം വരെയുള്ള അത്യാവശ്യ ചെലവുകൾക്ക് തുല്യമായ തുക നമുക്ക് ഈ ഫണ്ടിൽ കരുതാം. ഓക്കെ, FD ആയിട്ട് ഇടുന്നെങ്കിൽ. പിന്നെ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുക, അപ്രതീക്ഷിതമായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടം വരാതെ അല്ലെങ്കിൽ ഒരാളടുത്ത് പോയി വായ്പ വാങ്ങേണ്ട, ലോൺ എടുക്കേണ്ട, അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരാതെ സംരക്ഷിക്കാൻ ഇങ്ങനെ പെട്ടെന്ന് എമർജൻസി ആയിട്ടൊരു FD ഇട്ട് വയ്ക്കുന്നത് നമ്മളെ സഹായിക്കും. പിന്നെ എമർജൻസി ഫണ്ട് സൂക്ഷിക്കുന്നതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സുരക്ഷയും, പിന്നൊന്ന് പെട്ടെന്ന് നമുക്കത് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കണം. കാരണം ബാങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ഇടുമ്പോൾ അവരോട് ചോദിക്കണം, ഇത് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി സേവിങ്സ് അക്കൗണ്ടിലാണ് ഇത് ഇടുന്നതെങ്കിൽ സേവിങ്സ് അക്കൗണ്ടാണ് ഏറ്റവും മെയിനായിട്ട് FD, അതായത് നമ്മുടെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സേവിങ്സ് അക്കൗണ്ടുകളാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പണം പിൻവലിക്കാൻ പറ്റും. ഇപ്പം ഇതിന് പലിശ നിരക്ക് കുറവാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ FD ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പലിശ ഇത്ര നാളത്തേക്ക് ഇത്ര രൂപ വെച്ച് നമുക്ക് കിട്ടും. പക്ഷേ സേവിങ്സ് ബാങ്കിൽ നമ്മളത് അങ്ങനെ ഇടുമ്പോഴത്തേക്കും നമുക്ക് പലിശ വളരെ കുറവാണ്. അതുപോലെ ഒരു മാസത്തെ അത്യാവശ്യ ചിലവുകൾക്ക് മാത്രം സേവിങ്സ് അക്കൗണ്ടിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ സൂക്ഷിക്കാം. പോയിട്ട് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് നമ്മളിപ്പോൾ ഇടുവാണെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ ഉയർന്ന പലിശയും മികച്ച സുരക്ഷയും നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കിട്ടും. ഓക്കെ, എന്നാൽ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് എമർജൻസി ആവശ്യങ്ങൾക്കായി പിൻവലിച്ചാൽ ബാങ്ക് പിഴ ഈടാക്കും. അങ്ങനെ ഒരു കാര്യം ഇതിൽ വരുന്നുണ്ട്. ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ഇത്ര കാലത്തേക്ക് കാലാവധി പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊരു സമയം ഇപ്പോൾ 5 വർഷത്തേക്ക് ഇട്ടു, അത് 2-3 വർഷം കൊണ്ട് തന്നെ ക്ലോസ് ചെയ്ത് നമ്മൾ എടുക്കാൻ തയ്യാറാകുമ്പോൾ അവരതിൽ പിഴ ഈടാക്കുക അല്ലെങ്കിൽ പലിശ അതിൽ ഏർപ്പെടുത്തുകയോ ചെയ്യും. പിന്നെ ഇത് നമ്മുടെ എമർജൻസി എമൗണ്ടിന് ചിലപ്പോൾ ഒരു തടസ്സം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും മികച്ച പോംവഴി എന്ന് പറയുന്നത് സ്വീപ്പ് ഇൻ FD എന്ന ഓപ്ഷനാണ് ഏറ്റവും ബെസ്റ്റ്. ലഭ്യതയും ഉയർന്ന പലിശയും സ്വീപ്പ് ഇൻ FDയിലാണ് നിങ്ങൾ ആ ഒരു ഓപ്ഷനിലാണ് ഫണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പലിശ ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് ആ പലിശ മാത്രം വെച്ച് കാര്യങ്ങൾ ഓടിക്കാൻ പറ്റും. ഇടുന്ന എമൗണ്ടിൻ്റെ അനുസരിച്ച് പലിശയും കിട്ടും. ഓക്കെ, എമർജൻസി ഫണ്ട് സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായതാണ് സ്വീപ്പ് ഇൻ FD. നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ ഒരു നിശ്ചിത പരിധിക്ക് മുകളിൽ വരുന്ന തുക ഓട്ടോമാറ്റിക്കായിട്ട് FDയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ നമുക്ക് ബാങ്ക് വഴി ചെയ്യാൻ പറ്റും. അതാണ് മെയിനായിട്ട് സ്വീപ്പ് ഇൻ FD എന്ന ഈ പ്രോഗ്രാം വഴി ബാങ്കുകാർ തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ ചിലവിന് വെച്ചിട്ടുണ്ട്, 1.5 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്ന് ഈ 50,000 രൂപ നേരെ FDയിലേക്ക് പോകും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് FDയിലേക്ക് മാറ്റി അതിന് ഉയർന്ന പലിശ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. ആവശ്യം വരുമ്പോൾ FD ബ്രേക്ക് ചെയ്യാതെ തന്നെ നമുക്ക് പണം പിൻവലിക്കുകയും ചെയ്യാം. ഓക്കെ, അതാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ, ഏറ്റവും നല്ലത്, ഒട്ടുമിക്ക പേർക്കും നല്ലത് അതായിരിക്കും. നമ്മൾ ബാങ്കിൽ തന്നെ പറഞ്ഞ് ഇത്ര രൂപ എനിക്ക് ചിലവിനൂടെ നിർത്തിക്കൊണ്ട് ബാക്കി FDയിലേക്ക് സ്വീപ്പ് ഇൻ FD പോകുന്ന രീതിയിൽ ചെയ്തു തരാൻ പറഞ്ഞ് അങ്ങനെ ചെയ്തു തരും. പിന്നെയുള്ളത് പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപങ്ങളാണ്. പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ് അക്കൗണ്ട് 4% പലിശ ഫണ്ടിൻ്റെ ഒരു ഭാഗമായിട്ട് സൂക്ഷിക്കാൻ നല്ലതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപ പദ്ധതികളുണ്ട്. PPF-ഉം NSC എന്നീ 2 പദ്ധതികളുണ്ട്. ഇതിനൊക്കെ ലോക്കിൻ കാലയളവുണ്ട്. ഇത്ര കാലം എന്നുള്ളൊരു കാലയളവ് തരുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ചെന്നാൽ പൈസ എടുക്കാൻ പറ്റത്തില്ല. പോസ്റ്റ് ഓഫീസിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ 2 പദ്ധതിയിൽ ഏതിൽ ചെന്നാലും പെട്ടെന്ന് ക്യാഷ് നമുക്ക് പിൻവലിക്കാൻ വരില്ല. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് എല്ലാവരും ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. FD ആയാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങളുടേതായ എമൗണ്ട് എങ്ങനെ വിനിയോഗിക്കണം നിങ്ങൾക്ക് തീരുമാനിക്കുക. ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. നമുക്ക് വരുമാനം കൂടുതലായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം എപ്പോഴും ഇത്തരം ഫണ്ടുകൾ സേവിങ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ബൈ ബൈ.